സംസ്ഥാനത്ത് 108 ആംബുലൻസ് ജീവനക്കാർ സമരത്തിലാണ്. ഓണത്തിന് ബോണസ് എന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് സമരം. ആശുപത്രിയിൽ നിന്ന് രോഗികളെ കൊണ്ടുപോകുന്നതിൽ നിന്നും ജീവനക്കാർ വിട്ടുനിൽക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് വളരെ ഏറ്റവും അനിവാര്യമായൊരു സമരം ആണ്. പക്ഷേ എന്നാൽ അത് അവശ്യ സർവീസിൽ വരുന്നതുമാണ്. എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, അതായത് ഈ 108 ആംബുലൻസ് ജീവനക്കാർ അവർ കുറച്ച് നാളുകളായി തന്നെ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 6ഓളം ചർച്ചകൾ ലേബർ കമ്മീഷണറുടെ അടക്കം സാന്നിധ്യത്തിൽ നടന്നിരുന്നു. പക്ഷേ ഇവരുടെ കമ്പനി ഇത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല, ബോണസ് നൽകുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇപ്പോൾ 108 ആംബുലൻസ് ജീവനക്കാർ കടന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഈ എവിടെയെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗികളെ എടുക്കുന്നതോ അങ്ങനെയുള്ള അത്യാവശ്യ സർവീസുകൾ ഒന്നും തന്നെ തങ്ങൾ വിട്ടുനിൽക്കുകയില്ല. വിട്ടുനിൽക്കുന്നത് ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുന്ന രോഗികളുടെ കാര്യത്തിൽ മാത്രമാണ്. അതിൽ നിന്ന് മാത്രമാണ് വിട്ടുനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ 108 ആംബുലൻസ് ജീവനക്കാർ പറയുന്നത്. ഏതായാലും ഈ ഒരു ആവശ്യം അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കമ്പനി നൽകാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ചുമതല സർക്കാരിൽ വഹിക്കുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആണ്. അപ്പോൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അതിനുവേണ്ടിയുള്ള ബദൽ മാർഗങ്ങൾ, ബോണസ് നൽകുന്നതിന് വേണ്ടിയുള്ള ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കണം ആവശ്യമെന്ന് പറയുന്നത്. പക്ഷേ ഈ ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു സമരത്തിലേക്ക് ഇപ്പോൾ 108 ആംബുലൻസ് ജീവനക്കാർ കടന്നിരിക്കുന്നത്. തീർച്ചയായും ആരോഗ്യമേഖല ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി കൂടി രോഗികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. 108 ആംബുലൻസിലെ ഡ്രൈവർമാർ അടക്കം, അതിലെ ജീവനക്കാരടക്കമുള്ളവർ സമരത്തിലാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്.